അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഒരു ക്യൂട്ട് ആൻഡ് സിമ്പിൾ ഷെൽഫാണ്. അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്കൊരു പ്ലാൻ വരയ്ക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫോം ഷീറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ് ബോർഡിലും യൂസ് ചെയ്യാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇങ്ങനെ മാറ്റും, അതിന്റെ ഇങ്ങനെ ആ ടേബിളിന്റെ സ്ട്രക്ചർ ഇങ്ങനെ മാറ്റാൻ പറ്റും. ആ ഒരു ടൈപ്പ് ടേബിൾ അല്ല, ആ ഷെൽഫിന്റെ സ്ട്രക്ചർ മാറ്റാൻ പറ്റും. ആ ഒരു ടൈപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന മെഷർമെന്റ്സിൽ നിങ്ങൾ ഫോം ഷീറ്റോ അല്ലെങ്കിൽ കാർഡ് ബോർഡോ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫോം ബോർഡ് അല്ലെങ്കിൽ ഫോം ഷീറ്റ് കൊണ്ട് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് കട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കുന്നു. ബട്ട് ഭയങ്കര ഈസിയാണ് ഇത് കട്ട് ചെയ്യാൻ. കട്ടൊക്കെ ചെയ്ത് ഇത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ സൂപ്പർ ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. പിന്നില്ലേ, ഞാൻ സൂപ്പർ ഗ്ലൂ കറക്റ്റ് മെഷർമെന്റ് ഒക്കെ ചെയ്ത് സൂപ്പർ ഗ്ലൂ അവിടെ ഒക്കെ തേച്ച് കൊടുത്തു. എന്നിട്ട് ഇത് ഒട്ടിക്കാൻ നോക്കിയപ്പം ഇതിന്റെ തല തിരിഞ്ഞു പോയി. ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ അത്രയും ചെയ്തത് വേസ്റ്റ് ആയി പോയേനെ. അപ്പൊ ഞാൻ നേരത്തെ വരച്ച് നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമ്മളിപ്പം വരയ്ക്കുന്നത്, അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എച്ച് മോഡൽ പോലത്തെ ഒരു ഷെൽഫാണ്. നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അതിന്റെ സ്ട്രക്ചർ മാറ്റാൻ പറ്റും. അപ്പൊ 2 എച്ച് ആയിരിക്കും. സോ ആദ്യത്തെ ഒരു എച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് ഈ ഫോം ബോർഡിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ തിക്നെസ് ഒന്നും ഇല്ലാത്തൊരു ഫോം ഷീറ്റാണ് വാങ്ങിയത്. ഒരു 3mm ആണ് ഞാനിപ്പോൾ വാങ്ങിയത്. നിങ്ങൾ വാങ്ങുമ്പം കുറച്ചും കൂടി തിക്നെസ് ഉള്ളത് നോക്കി വാങ്ങിയാൽ നമ്മൾ ഈ ഷെൽഫൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ ഷേക്ക് ആവാതെ ഇരിക്കും അത്. അങ്ങനെ നമ്മൾ ഒരു എച്ച് ഒട്ടിച്ചു കഴിഞ്ഞു. എന്നിട്ട് അടുത്ത എച്ച് നമ്മൾ ഒട്ടിച്ചു. ഇത് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ഷെൽഫൊക്കെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും കളറൊക്കെ അടിക്കാമെന്ന്. ബട്ട് എനിക്ക് ആ വൈറ്റ് കളർ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നില്ലേ, നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ചെയ്ത് വെക്കുമ്പം അധികം വെയിറ്റ് ഇല്ലാത്ത എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അതായത് ഇങ്ങനെ സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ ക്ലേ വെച്ച്, നമ്മൾ ഈ ഫോം ക്ലേ വെച്ചൊക്കെ ചെയ്ത കുഞ്ഞു മോഡൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അതായിരിക്കും വെക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇനിയല്ല, എന്നെ പോലെ തിക്നെസ് കുറവായിട്ടുള്ള ഫോം ഷീറ്റാണ് വാങ്ങിയതെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചില്ല പീസസ്, അത് തന്നെ എക്സ്ട്രാ എടുക്കാം. എന്നിട്ട് നമ്മളിപ്പം ഒരു ഷീറ്റിന് പകരം 2 എണ്ണം ഒരുമിച്ച് ഒട്ടിച്ച് അങ്ങനെ ഇത് മോഡൽ ചെയ്താൽ നമുക്ക് ഇച്ചിരി കൂടി തിക്നെസ് കിട്ടും. പിന്നെ ഇല്ലേ, ഞാൻ ആദ്യം പറഞ്ഞ ഷെൽഫിന്റെ മോഡൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു ടൈപ്പ് മൂവ്മെന്റ് ഇങ്ങനെ ചെയ്യുമ്പം ഇതിന്റെ സ്ട്രക്ചർ മാറും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മുടെ ഷെൽഫ് റെഡിയായി. അപ്പം ഞാൻ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ മേലെ വെച്ചിട്ട് പിന്നെ വെയിറ്റ് ഉള്ളതൊക്കെയാണ് താഴെ വെച്ചത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് മറക്കരുത്. ബൈ.